എൻ്റെ പരിചയത്തിൽ എൻ്റെ വീടിനടുത്തൊരു അധ്യാപകനുണ്ടായിരുന്നു. പുള്ളി രാവിലെ 6 മണി 6:30 സമയത്ത് കുട്ടികൾക്ക് ഇത് തലേ ദിവസം എസ്സേ പഠിക്കാൻ കൊടുത്ത് രാവിലെ അത് വന്ന് എഴുതി കാണിക്കേണ്ട ഒരു ചിട്ടവട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്രകാരം എഴുതിയിട്ട് ഒരു വാക്കും തെറ്റുന്ന കുട്ടിയെ പോലും നിലത്തിരുത്തി തുടക്കടിച്ച് വേദനിപ്പിക്കുമായിരുന്നു ചൂരല്. അതേ ക്ലാസ്സിൽ തന്നെ, ട്യൂഷൻ ക്ലാസ്സാണ്, അതേ ക്ലാസ്സിൽ തന്നെ ഒരു 10ാം ക്ലാസ്സിൽ റാങ്ക് പ്രതീക്ഷയുള്ള ഒരാളുണ്ടായിരുന്നു. ഒരു സ്റ്റുഡൻറ്റിനെ ഇയാളുടെ മൃഗീയമായ പീഡനത്തെ തുടർന്ന് ആ കുട്ടി റാങ്ക് പ്രതീക്ഷിച്ചവൻ അവസാനം ഡിസ്റ്റിങ്ഷനിൽ ഒതുങ്ങിപ്പോയി. അത് മാത്രമല്ല, ആ കുട്ടി ഇയാൾക്കെതിരെ പെയിൻ്റ് എടുത്തിട്ട് ഈ റോഡിലും ഭിത്തിയിലും എല്ലായിടത്തും ഇങ്ങനെ ഈ അസഭ്യങ്ങൾ എഴുതി വെച്ചിട്ട് അത് ആ കുട്ടിയെ പോലീസ് പിടിക്കുകയും തുടർന്നോട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായി. ഇതിലൊക്കെ വില്ലനായിട്ട് വരുന്നത് ഈ അധ്യാപകനാണ്. ഈ അധ്യാപകൻ്റെ കുറച്ച് കഴിവുകൾ കൊണ്ട് കുറേ കുട്ടികൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിലേറെ പേരുടെ സ്വഭാവം മോശമാകുന്ന തരത്തിലാകാനായിട്ട് ഈ അധ്യാപകൻ്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല. ഇന്നലെ ഒരു വീഡിയോ കണ്ടു. ഒരു കുട്ടി, ബാലൻ എന്ന് വേണമെങ്കിൽ പറയാം, +1 പഠിക്കുന്ന മൈനറാണ് ആള്. അയാളുടെ പ്രധാന അധ്യാപകൻ്റെ ഓഫീസ് മുറിയിലിരുന്ന് സിനിമാ സ്റ്റൈലിൽ എന്ന് വേണേൽ പറയണം, ആ സിനിമാ സ്റ്റൈലിൽ അദ്ദേഹത്തിനെ വെല്ലുവിളിക്കുകയും തിരിച്ച് അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ നീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യൂടാന്ന് അയാളും ചോദിക്കുന്നുണ്ട്. ഇതിലും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഇത് ഒരു വളരെ വിദഗ്ധമായിട്ട് നല്ല ഫ്രെയിമിൽ നല്ല ക്ലാരിറ്റിയോടുകൂടി ഏതോ ഒരു അധ്യാപകനായിരിക്കാം അദ്ദേഹം ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. ആ വിദ്യാർത്ഥി കാണിച്ച അവൻ്റെ തെറ്റ് തിരുത്തുവാനായിട്ട് ഒരുപാട് മാർഗങ്ങൾ ഈ കേരളത്തിൽ നിലവിലുണ്ട്. ഒരുപാട് മാർഗങ്ങളുണ്ട് ആ തെറ്റാണെങ്കിൽ. അല്ലാതെ അവനെ ഇത്തരത്തിൽ അതെടുത്ത് സമൂഹ മാധ്യമത്തിലിട്ട് അവനെ ഇത്രയധികം തേജോവധം ചെയ്യണം. ഇതൊരു കുറ്റകൃത്യമല്ലേ? ഒരു മൈനറായിട്ടുള്ള കുട്ടി, അവൻ്റെ തെറ്റായിട്ടുള്ള പ്രവണതയാണ് അവൻ കാണിച്ചത്. അതിനകത്തൊരു ന്യായീകരണമില്ല. പക്ഷെ അവനെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ മാധ്യമവേട്ടയ്ക്ക് ഇട്ടുകൊടുക്കുന്ന ഈ അധ്യാപകരുണ്ടല്ലോ, ഈ അധ്യാപകരല്ലേ യഥാർത്ഥത്തിൽ മാനസിക രോഗികളും കുറ്റവാളികളും? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇവരാണ് യഥാർത്ഥത്തിൽ മാനസിക രോഗികളും കുറ്റവാളികളും. ആ ചെറുക്കൻ, ആ പയ്യൻ, ആ കുട്ടി, അവൻ ചെയ്തതിൽ ഒരു ന്യായീകരണവുമില്ല. അത് തിരുത്തപ്പെടേണ്ടതാണ്. പക്ഷെ അധ്യാപകരെന്ന് പറയുന്നവർ ചെയ്തത്, ആ സംഭവം അവിടെ നടന്ന, ആ ചുവരുകൾക്കിടയിൽ നടന്ന മോശമായ സംഭവം അത് ചിത്രീകരിച്ച് ആ കുടുംബത്തെയും ആ കുട്ടിയുടെ ആ കുട്ടിയെയും ഇത്രമാത്രം മാധ്യമവേട്ടകൾക്ക് വിധേയമാക്കുന്ന ഒരു ശൈലി, അത് ശരിയായിട്ടുള്ളൊരു ശൈലിയല്ല. അത് അനുവദിക്കത്തക്കതല്ല. അതിന് എതിരെ എന്താണ് ഇവിടുത്തെ നിയമ നടപടി എന്ന് ആർക്കെങ്കിലും അറിവുണ്ടെന്ന് പറഞ്ഞു തരണം. അവർ ചെയ്ത കാര്യം ഒരിക്കലും ശരിയല്ല. കുട്ടി ചെയ്തത് ശരിയല്ലെങ്കിൽ അവർ ചെയ്തത് ഒരിക്കലും ശരിയാകാൻ പോകുന്നില്ല.